TEC സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു കോമൺ സർവീസ് സെന്റർ തുടങ്ങാൻ പറ്റത്തുള്ളൂ. ഒരു CSC സെന്റർ തുടങ്ങാനുള്ള പ്രൊസീജിയർ അതിന്റെ കാര്യങ്ങളൊക്കെ സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2 എന്നൊക്കെ പറഞ്ഞിട്ട് ഷോർട്സ് ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാനൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ ഉപകാരപ്പെടും. TEC സർട്ടിഫിക്കറ്റ് കൂടാതെ BC, BF എന്ന് പറയുന്ന സർട്ടിഫിക്കേഷൻ കൂടിയുണ്ട്. അത് നമുക്ക് തുടക്കത്തിൽ ആവശ്യമില്ല, അതായത് സെന്റർ തുടങ്ങാനായിട്ട് ആവശ്യമില്ല. പക്ഷേ കൂടുതൽ സർവീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട്, അതായത് ബാങ്കിങ് സർവീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് BC, BF സർട്ടിഫിക്കറ്റ് വേണം. അത് നമുക്ക് സെന്റർ തുടങ്ങിയിട്ടൊക്കെ എടുക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഒരു ജനസേവന കേന്ദ്രം തുടങ്ങാനായിട്ട് സ്റ്റെപ്പ് 1 ആയിട്ട് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ചുറ്റുപാട് ഇങ്ങനെ ഏതെങ്കിലും ഒരു സെന്റർ ഉണ്ടോ എന്ന് സർവേ നടത്തുക എന്നുള്ളതാണ്. അത് വേറെ കൊണ്ടല്ല, തൊട്ടടുത്ത് തന്നെ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഏതെങ്കിലും CSC സെന്ററോ അതുപോലെ തന്നെ അക്ഷയ സെന്ററോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ആക്കാൻ സാധിച്ചു എന്ന് വരില്ല. അതുകൊണ്ട് പറഞ്ഞതാണ്. ഇനി ഇതൊക്കെ തിരക്കാനായിട്ട് നിങ്ങൾക്ക് പുറത്തേക്ക് പോകാൻ മടിയുള്ള ആൾക്കാരാണെങ്കിൽ ഗൂഗിൾ മാപ്പിൽ ഇതുപോലെ നിങ്ങളുടെ പ്ലേസ് ഡ്രൈൻ ചെയ്ത് CSC സെന്ററൊന്നോ അക്ഷയ സെന്ററൊന്നോ അടിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള സെന്ററുകളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു സർവേ ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് സെന്റർ തുടങ്ങാനുള്ള കാര്യമായിട്ട് മുമ്പോട്ട് പോകാമെന്നാണെങ്കിൽ ഇനി സ്റ്റെപ്പ് 2 ആണ്, അതായത് TE സർട്ടിഫിക്കറ്റ് നമുക്ക് അപ്ലൈ ചെയ്യാം. അതായത് നിങ്ങൾ ഗൂഗിളിൽ, അതായത് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ബ്രൗസറിൽ ഗൂഗിളിൽ TEC സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. അതിൽ ടെലി സെന്റർ എന്റർപ്രണർഷിപ്പ് കോഴ്സ് എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്ക് നിങ്ങൾ കയറുക. ഇതാണ് അതിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. വേറൊരു വെബ്സൈറ്റിലും ചെന്ന് കയറരുത്, കാരണം നോർത്ത് ഇന്ത്യയിലെ കുറേയധികം പേര് ഫേക്ക് വെബ്സൈറ്റ് റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ മാത്രം നിങ്ങൾ കയറുക. വെബ്സൈറ്റിൽ ലോഗിൻ വിത്ത് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇന്റർഫേസ് ആയിരിക്കും വരുന്നത്. അതിൽ രജിസ്റ്ററിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഫോർവേഡ് ചെയ്യാവുന്ന, ഇപ്പോൾ ഓപ്പൺ ആയി വന്ന ഈ വിൻഡോയിലേക്ക് നിങ്ങൾ നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും കൃത്യമായി ഇൻപുട്ട് ചെയ്ത് കൊടുക്കുക. കൂടാതെ പാസ്പോർട്ട് സൈസിൽ ഒരു ഫോട്ടോയും അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് സബ്മിറ്റ് ബട്ടൺ കൊടുക്കുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു പേയ്മെന്റ് ഉണ്ട്. അത് ഏകദേശം 1500 രൂപയിൽ താഴെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നിങ്ങൾ എത്രയാണോ പേയ്മെന്റ് അത് കംപ്ലീറ്റ് ചെയ്യുക. പേയ്മെന്റ് സക്സസ് ആയാൽ ഉടൻ തന്നെ അവർ നമുക്ക് സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് അയച്ചു തരും. ആ ഡീറ്റെയിൽസ് വെച്ച് നമുക്ക് സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. നമ്മൾ രജിസ്റ്റർ ചെയ്ത സമയത്ത് കൊടുത്ത ഇമെയിലിലേക്കായിരിക്കും ലോഗിൻ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് വരുന്നത്. അത് കിട്ടിയ ശേഷം നമ്മൾ വീണ്ടും സൈറ്റിലേക്ക് കയറുക. വീണ്ടും ലോഗിൻ വിത്ത് അസ് കൊടുത്ത ശേഷം ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഭാഗത്തുള്ള ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് മുൻപോട്ട് പോവുക. തുടർന്ന് ലോഡായി വരുന്ന വിൻഡോയിൽ നമുക്ക് അയച്ചു തന്ന യൂസർ നെയിമും പാസ്വേഡും മിക്കവാറും നമ്മൾ കൊടുത്ത മൊബൈൽ നമ്പർ ആയിരിക്കും. അതൊക്കെ ടൈപ്പ് ചെയ്ത് ലോഗിൻ കൊടുക്കുക. പിന്നീട് നമ്മുടെ സ്ക്രീനിലേക്ക് ലോഡായി വരുന്നത് ഈ കാണുന്ന പോലൊരു വിൻഡോ ആണ്. ഇവിടെയാണ് നമ്മൾ TECയുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഞാൻ ഓൾറെഡി കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് എക്സാം ഒക്കെ ചെയ്ത്, കാരണം എൻ്റെ സർട്ടിഫിക്കറ്റ് ഓൾറെഡി കിടപ്പുണ്ട്. നമുക്കിനി ഈ ലേണിംഗ് സെക്ഷനിൽ പോകാം. ലേണിംഗ് സെക്ഷനിൽ പോയിട്ട് എങ്ങനെയാണ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് നോക്കാം. ലേണിംഗ് സെക്ഷനിൽ 10 മൊഡ്യൂൾസിലായിട്ട് പ്രീ ലോഡഡ് വീഡിയോസ് കൊടുത്തിട്ടുണ്ട്. വീഡിയോസ് ഹിന്ദിയിലും ഇംഗ്ലീഷിലും അവൈലബിൾ ആണ്. നമുക്ക് ഏത് ഭാഷയാണോ കംഫർട്ടബിൾ അതിൽ വീഡിയോസ് കണ്ടു തീർക്കുക, അതോടൊപ്പം പഠിക്കുകയും ചെയ്യുക. അങ്ങനെ ഓരോ മൊഡ്യൂളായിട്ട് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും അസസ്മെന്റ് സെക്ഷനിൽ അതിൻ്റെ അസൈൻമെന്റ് ഓപ്പൺ ആവും. 10 മാർക്കിൻ്റെ ഒരു ക്വിസ് ആണ് അസസ്മെന്റ് ആയിട്ട് വരുന്നത്. അങ്ങനെ 10 മൊഡ്യൂളും കംപ്ലീറ്റ് ചെയ്ത് 10 അസസ്മെന്റ് എഴുതി കഴിയുമ്പോൾ ടേക്ക് എക്സാമിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഫൈനൽ എക്സാം എഴുതാവുന്നതാണ്. ഫൈനൽ എക്സാം 50 മാർക്കിൻ്റെയാണ്. അതിൽ 25 മാർക്ക് മേടിച്ചാൽ നമ്മൾ പാസ്സാവും. അപ്പോൾ തന്നെ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുകയും ചെയ്യും. ഫൈനൽ എക്സാം എഴുതാനായിട്ട് സെപ്പറേറ്റ് ഒരു ബ്രൗസറൊക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. അതിൻ്റെ കാര്യങ്ങളൊക്കെ വെബ്സൈറ്റിൽ തന്നെ പറഞ്ഞു തരും. ക്യാമറയൊക്കെ ഓണാക്കി വെച്ചിട്ടാണ് എക്സാം എഴുതുന്നത്. ഒരാൾക്ക് മാക്സിമം 5 തവണ മാത്രമേ എക്സാം എഴുതാൻ പറ്റൂ. അതുകൊണ്ട് നല്ലോണം പഠിച്ചിട്ടൊക്കെ മാത്രം എക്സാം എഴുതുക. ഈ കോഴ്സ് അത്ര ടഫൊന്നുമല്ല. ചെറിയൊരു എഫർട്ട് ഇട്ട് കഴിഞ്ഞാൽ 1 വീക്കിൽ തന്നെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കൈക്കലാക്കാം. അപ്പോൾ CSC സെന്റർ തുടങ്ങാനുള്ള കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യാൻ നിൽക്കുന്നവർ എത്രയും പെട്ടെന്ന് TEC സർട്ടിഫിക്കറ്റ് രജിസ്റ്റർ ചെയ്ത് സർട്ടിഫിക്കറ്റൊക്കെ സെറ്റ് ആയിക്കോളൂ. TEC സർട്ടിഫിക്കറ്റിന് ശേഷമുള്ള കാര്യങ്ങൾ തുടർന്നുള്ള വീഡിയോസിലൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിലോ ഡിസ്ക്രിപ്ഷനിലോ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.